മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഭഗീരഥ്പുരയിൽ ജലക്ഷാമം മൂലം 10 പേർ മരിച്ചു. 1400-ൽ അധികം ആളുകൾക്ക് ഛർദിയും വയറിളക്കവും ബാധിച്ചതായി അധികൃതർ പറഞ്ഞു. മലിനമായ കുടിവെള്ളം മധ്യപ്രദേശിൽ വലിയ പൊതുജനാരോഗ്യ പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ ലൈംഗികാതിക്രമത്തിനും റാഗിങ്ങിനും ഇരയായി വിദ്യാർത്ഥി മരിച്ചു. കോളേജ് പ്രൊഫസർക്കും 3 വിദ്യാർത്ഥികൾക്കുമെതിരെ കേസെടുത്തു. ഇരയുടെ പിതാവിന്റെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. മാധ്യമപ്രവർത്തകനെതിരായ തീവ്രവാദി പരാമർശത്തിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഡിജിപിക്ക് പരാതി. കഴിഞ്ഞ ദിവസം വർക്കലയിൽ മാധ്യമപ്രവർത്തകരോട് പ്രകോപിതനായ വെള്ളാപ്പള്ളി ഒരു ചാനലിന്റെ മൈക്ക് തട്ടിമാറ്റിയിരുന്നു. ഇത് സൂചിപ്പിച്ചാണ് വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചത്. ആക്ഷേപത്തിന്റെ അങ്ങേയറ്റമാണ് വെള്ളാപ്പള്ളിയിൽ നിന്നുണ്ടായതെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതികരിച്ചു. ഡൽഹിയിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെട്ടതിനെ തുടർന്ന് NCRൽ ഏർപ്പെടുത്തിയിരുന്ന 3ാം ഘട്ട ഗ്രാപ്പ് നിയന്ത്രണങ്ങൾ നീക്കി. ജനുവരി 2-ന് ഡൽഹിയിലെ വായു ഗുണനിലവാര സൂചിക 380-ൽ നിന്ന് 236-ആയി ഉയർന്നതിനെ തുടർന്നാണ് നടപടികൾ കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് പിൻവലിച്ചത്. എന്നിരുന്നാലും വായുവിന്റെ ഗുണനിലവാരം വീണ്ടും വഷളാകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പ്രതിരോധ നിയന്ത്രണ നടപടികൾ തുടർന്നും പ്രാബല്യത്തിൽ തുടരുമെന്ന് അപ്ഡേറ്റ് വ്യക്തമാക്കി. പുകയിലയ്ക്കും പുകയില ഉൽപ്പന്നങ്ങൾക്കും എക്സൈസ് തീരുവ ചുമത്തുവാനായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. ഇത് 2026 ഫെബ്രുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. സിഗരറ്റിന്റെ നീളവും അതിൽ ഫിൽട്ടർ ഉണ്ടോ എന്നതും അനുസരിച്ചായിരിക്കും എക്സൈസ് നികുതി.